വിജയന്റെ മകൾ വീണ തൈക്കണ്ടി ED ഓഫീസിൽ നിന്ന് ഇറങ്ങിയത് നിങ്ങളൊക്കെ കണ്ടതാണ്, അല്ലെങ്കിൽ ED ഓഫീസിലേക്ക് കയറിയത് നിങ്ങളൊക്കെ കണ്ടതാണ്. എന്തായാലും തിങ്കളാഴ്ച വീണ്ടും സമൻസ് കൊടുക്കും. ലോക്കറൊക്കെ തുറന്ന് പരിശോധിച്ചിട്ടുണ്ട്. വീണയുടെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയായിരിക്കും എന്നത് വളരെ നിർണായകം തന്നെയാണ്. ഇതിനിടയിൽ വീണ വിജയൻ അന്ന് ED ഓഫീസിലെത്തിയ കാറ് നിങ്ങളൊക്കെ കണ്ടു കാണും. പൊതുവെ കറുത്ത കളർ ഇഷ്ടമില്ലാത്ത, കറുത്ത കളർ ആരെങ്കിലും ഇട്ട് കണ്ടാൽ പിണറായിയുടെ കാലത്ത് അവരുടെ നെഞ്ചിൽ കയറിയിരുന്ന് പൊങ്കാല ഇടുന്ന ഒരു പിണറായി വിജയനെയാണ് നമ്മളൊക്കെ കണ്ടിട്ടുള്ളത്. പിണറായിക്ക് എന്തോ കറുപ്പ് അങ്ങോട്ട് പിടിക്കില്ല. കറുപ്പ് കണ്ടാൽ തന്നെ അയാൾക്ക് കറുപ്പ് കണ്ടാൽ തന്നെ പിണറായി വിജയന് ഹാലിളകം. കറുത്ത തുണി കാണാൻ പാടില്ല, കറുത്ത അണ്ടർവെയർ കാണാൻ പാടില്ല, കറുത്ത മുണ്ട് കാണാൻ പാടില്ല, കറുത്ത ഷർട്ട് കാണാൻ പാടില്ല, കറുത്ത കുട കാണാൻ പാടില്ല. കറുത്ത മാസ്ക് പോലും കേരളത്തിൽ നിരോധിച്ച സമയത്താണ് മകൾ കറുത്ത കാറും കറുത്ത ഷോളും കറുത്ത മാസ്കും ഇട്ട് EDക്ക് മുന്നിൽ വന്നിറങ്ങിയത്. ഇനി EDയോടുള്ള പ്രതിഷേധമാണോ അതോ അച്ഛൻ എന്നെ ഈ ഗതിയിലാക്കി എന്ന അച്ഛനോടുള്ള പ്രതിഷേധമാണോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലേക്ക് ചോദ്യം ചെയ്യലിനായി വിജയന്റെ മകൾ വീണ വിജയൻ പാഞ്ഞെത്തിയ കറുത്ത ആഡംബര കാറിലും നിറയുന്നത് പിണറായി കുടുംബത്തിന്റെ അതിബുദ്ധിയാണ്. വിപണിയിൽ 25 ലക്ഷം രൂപ മുതൽ 40 ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ടൊയോട്ടയുടെ പുത്തൻ പുതിയ ഇന്നോവ ഹൈക്രോസ് കാറിലാണ് വീണയും ഭർത്താവ് മുൻ മന്ത്രിയുമായിരുന്ന ഇപ്പോൾ MLA PA മുഹമ്മദ് റിയാസും ED ഓഫീസിന് മുന്നിലേക്ക് മാസായി എൻട്രി നടത്തിയത്. എന്നാൽ ഈ വണ്ടിയുടെ യഥാർത്ഥ ഉടമ ആരാണ് എന്ന് കണ്ടെത്തുക സാധാരണക്കാർക്കും അസാധ്യമാകുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ കിടപ്പ്. മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക പരിവാഹൻ സൈറ്റിൽ പോലും വാഹനത്തിന്റെ കൃത്യമായ ഉടമസ്ഥ അവകാശ വിവരങ്ങൾ എത്തുന്നതിന് മുൻപാണ് ഷോറൂമിൽ നിന്നിറങ്ങിയ തനിമയോടെയുള്ള ഈ കറുത്ത ആഡംബരക്കാർ കൊച്ചിയിലെ റോഡുകളെ കീറി മുറിച്ച ED ഓഫീസിന് മുന്നിലേക്ക് പാഞ്ഞെത്തിയത്. രജിസ്ട്രേഷൻ വിവരങ്ങൾ പോലും പൂർണ്ണമായും പൊതുസമൂഹത്തിന് ലഭ്യമാകാത്ത തരത്തിൽ അതീവ രഹസ്യമായാണ് ഈ വാഹനം ചോദ്യം ചെയ്യലിനായി വീണയ്ക്ക് എത്തിച്ച് നൽകിയിരിക്കുന്നത്. ഇതിന് പിന്നിലും വിജയന്റെ കുടുംബത്തിന്റെ പതിവ് അതിബുദ്ധി തന്നെയുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അതായത് ED ഓഫീസിലേക്ക് എത്താൻ വീണ തൈക്കണ്ടി പുതിയ കാർ വാങ്ങിയോ എന്ന സംശയമാണ് ശക്തമാവുന്നത്. തൻ്റെ സ്വന്തം പേരിലോ കുടുംബാംഗങ്ങളുടെ പേരിലോ ഉള്ള വാഹനത്തിൽ വന്നാൽ അത് മാധ്യമങ്ങളുടെയും പരിവാഹൻ വെബ്സൈറ്റിലൂടെയും ഉടൻ തന്നെ ജനങ്ങൾ തിരിച്ചറിയുമെന്ന മുൻകൂട്ടിയുള്ള നീക്കമാണ് ഇത്. വിവാദങ്ങളിൽ നിന്നും അന്വേഷണങ്ങളിൽ നിന്നും സ്വന്തം ആസ്തികളെയും വാഹനങ്ങളെയും മാറ്റി നിർത്താനും ചോദ്യം ചെയ്യൽ ദിവസം പൊതുജനശ്രദ്ധ തിരിച്ചുവിടാനും പാർട്ടിക്ക് വേണ്ടപ്പെട്ട ഏതെങ്കിലും വൻകിട വ്യവസായികളുടെയോ കൺസ്ട്രക്ടറുടെയോ പേരിലുള്ള പുത്തൻ വാഹനമാണ് വീണയ്ക്കായി CPM കേന്ദ്രങ്ങൾ തരപ്പെടുത്തിയതെന്ന ആരോപണവും പുറത്ത് വന്നു കഴിഞ്ഞു. പിണറായി വിജയനും കുടുംബത്തിനും കറുത്ത നിറത്തോടും കറുത്ത കാറുകളോടുമുള്ള ഹരം ഇപ്പോഴും തുടരുകയാണോ എന്ന ചോദ്യവും ഈ യാത്രയോടെ ഉയരുന്നുണ്ട്. നേരത്തെ മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്കായി കോടികൾ മുടക്കി കറുത്ത ഇന്നോവ ക്രിസ്റ്റൽ വാങ്ങിക്കൂട്ടിയത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പൊതുജനങ്ങളുടെ കറുത്ത മാസ്കിനും കറുത്ത തുണികൾക്കും വിലക്ക് ഏർപ്പെടുത്തിയ ഭരണകൂടത്തിന്റെ തലവൻ സ്വന്തം കുടുംബത്തിന്റെ യാത്രകൾക്കായി കറുത്ത ആഡംബര കാറുകൾ തന്നെ തിരഞ്ഞെടുക്കുന്നത് വലിയ വൈരുദ്ധ്യമായാണ് വിലയിരുത്തുന്നത്. അതായത് വീട്ടിലെ കാരണവർക്ക് അടുപ്പത്തും ഇടാമല്ലോ, അതാണ് പിണറായിയുടെ അവസ്ഥ. അതായത് പിണറായിക്ക് കറുത്ത കാർ ഉപയോഗിക്കാം, പിണറായിയുടെ മകൾക്ക് കറുത്ത കാർ ഉപയോഗിക്കാം, മരുമകന് കറുത്ത കാർ ഉപയോഗിക്കാം, കൊച്ചുമകന് കറുത്ത കാർ ഉപയോഗിക്കാം, എന്തിന് കമലയ്ക്ക് വരെ കറുപ്പ് ഉപയോഗിക്കാം. നാട്ടിലെ ജനങ്ങൾക്കൊന്നും കറുത്ത കാറോ കറുത്ത തുണിയോ കറുപ്പുമായി ബന്ധപ്പെട്ട ഒന്നും ഉപയോഗിക്കാൻ കഴിയില്ല. പിണറായിയുടെ വീട്ടിൽ കറുപ്പിന് 7 അഴകൊന്നുമില്ല, വെളുപ്പിന് മാത്രമാണ് അഴക്. അതാണ് പക്ഷേ പിണറായി കറുത്ത കാറിലെ സഞ്ചരിക്കൂ. കറുത്ത കാറും കറുത്ത മകൾക്ക് കറുത്ത മാസ്ക്, മകൾക്ക് കറുത്ത വാഹനം ഒക്കെ നൽകാം. ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ്
സത്യത്തിൽ കേരളം ഭീകരമായൊരു അന്തരീക്ഷത്തിലേക്ക് പോയതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ സമയത്ത് ചില പോലീസുകാരൊക്കെ, അതായത് ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് UDF സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് സത്യപ്രതിജ്ഞയ്ക്ക് മുന്നേ ഒക്കെ ചില പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇനിയെങ്കിലും സമാധാനത്തോടെ ഒന്ന് ജോലി ചെയ്യാൻ പറ്റിയാൽ മതിയായിരുന്നു. കാരണം ഈ മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്കോ അല്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലും ഒക്കെ പോകുന്നെന്ന് പറഞ്ഞാൽ പിന്നെ റോഡ് മുഴുവൻ വിജനമാണ്. അതായത് രാജാവ് വരുമ്പോൾ വോട്ടിട്ട് ജയിപ്പിച്ച അടിമകളെ ഒന്നും കാണാൻ പാടില്ല, രാജാവിന് കണ്ണിൽ പിടിക്കില്ല അടിമകളെ ഒന്നും, എല്ലാം മാറി നിൽക്കണം. ഈ പഴയ രാജഭരണം പോലെയാണ് ഈ 10 വർഷം കേരള ജനത അനുഭവിച്ചു. എന്തിനിടെ ഇവനെയൊക്കെ പിടിച്ച് അധികാരത്തിൽ കയറ്റിയത് എന്ന് പോലും നമ്മൾ ചിന്തിച്ച സമയമുണ്ട്. എത്ര പിച്ചച്ചട്ടി എടുത്ത ആളുകൾ തെരുവിലിറങ്ങി, എത്ര അമ്മമാരെ സമരത്തിൻ്റെ പേരിൽ വലിച്ചിഴച്ച് നെഞ്ചത്ത് പോലീസുകാരെ കൊണ്ട് ബൂട്ടിട്ട് ചവിട്ടിച്ച്, എന്തൊക്കെ ക്രിമിനലിസമാണ് ഇവിടെ പിണറായി വിജയൻ്റെ കാലത്ത് കാട്ടിക്കൂട്ടിയത്. ഇതൊക്കെ നമ്മൾ സഹിച്ച് നമുക്ക് ഒരു സമയം വരും, കേരളത്തിലെ ജനം രാജാവാകുന്ന ഒരു സമയം വരും, അന്ന് നിനക്കൊക്കെ കാണിച്ചു തരാം എന്ന് കരുതി നമ്മൾ ഇരുന്നു. 5 വർഷം സഹിച്ചും ക്ഷമിച്ചും നമ്മൾ പൊറുതിമുട്ടി ജീവിച്ചു. 5 വർഷം കഴിഞ്ഞപ്പോൾ UDF സർക്കാർ, ഇനി UDF സർക്കാർ ഇത്ര വലിയ നിഷ്ഠൂരമായ പ്രവൃത്തികളിലേക്ക് പോകില്ല എന്ന് നമുക്ക് ആശ്വസിക്കാം. കാരണം ആഭ്യന്തരമന്ത്രിയൊക്കെ കുറച്ച് മയമുള്ള ആഭ്യന്തരമന്ത്രിയൊക്കെയാണ്, കർശനമായ നിലപാടുകൾ കൃത്യമായി പല കാര്യങ്ങളിലും എടുക്കും. പക്ഷേ ജനങ്ങളോടുള്ള പെരുമാറ്റവും അദ്ദേഹത്തിൻ്റെ വകുപ്പ്, ആഭ്യന്തര വകുപ്പിലുള്ള ജോലിക്കാരോടുള്ള പെരുമാറ്റവും ഒക്കെ, പോലീസ് സേനയിലൊക്കെ ഉള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലൊക്കെ വളരെ സൗമ്യമായി തന്നെയാണ് കാണുന്നത്. ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കുറേ കാലങ്ങൾക്ക് ശേഷം കേരളത്തിൽ കിട്ടി. ഇടയ്ക്ക് കെ കരുണാകരനൊക്കെ ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ താങ്കൾക്ക് എന്ത് തോന്നുന്നു എന്ന മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പൊടുന്നനെ തിരിഞ്ഞു നോക്കുന്ന ഒരു രംഗമൊക്കെ, അതൊക്കെ ഒരു നർമ്മബോധത്തോടെ പല കാര്യങ്ങളും അവതരിപ്പിക്കാൻ നമ്മുടെ കരുണാകരന് കഴിഞ്ഞിട്ടുണ്ട്. PS അച്യുതാനന്ദനും ചിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ഉമ്മൻചാണ്ടി ചിരിച്ച മുഖത്തോടെ അല്ലാതെ ഉമ്മൻചാണ്ടി നമ്മളാരും കണ്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഇപ്പോൾ ശങ്കര നമ്പൂതിരിപ്പാടാണെങ്കിലും ഒക്കെ അവരൊക്കെ ഒരു EK നായനാർ, നമുക്കൊന്നും മറക്കാൻ കഴിയാത്ത ഒരു മുഖ്യമന്ത്രിയാണ് EK നായനാർ. എത്ര സൗമ്യനായി, എത്ര ലാളിത്യത്തോടെയാണ് ജനങ്ങളോട് ഇടപഴകുന്നത്, കൈകാര്യം ചെയ്യുന്നത്, സംസാരിക്കുന്നത്. ഇതിനെയൊക്കെ മാറ്റിമറിച്ച ഒരു ഭീകര ജീവിയായി വന്ന ഒരു മുഖ്യമന്ത്രി പിണറായി മാത്രമായിരിക്കും. ആ പിണറായി വിജയന് ആ സ്ഥാനത്ത് നിന്നിറങ്ങി ഒരുപാട് പേരുടെ കണ്ണീരും ശാപവും ഒക്കെ ഏറ്റുവാങ്ങിയിട്ടുള്ള ആളാണ് പിണറായി വിജയൻ. ആ സ്ഥാനത്ത് നിന്നിറങ്ങി ഒന്ന് മാറിയപ്പോൾ തന്നെ പിണറായി വിജയന് 8ൻ്റെ പണി കിട്ടി. മകളെ ആദ്യം പൊക്കി. ഇതുവരെ ED വരില്ല, ED മകളെ പിടിക്കില്ല, ED ആ കേസിൽ അഴകുഴഞ്ച നിലപാടൊക്കെ സ്വീകരിക്കുമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ED കർശനമായി നിലപാടെടുത്തു. അപ്പോഴും ആ വാഹനം ദുരൂഹതയിൽ തന്നെയാണ്. ആരുതാണ്, ആര് കൊടുത്തു, എവിടെ നിന്ന് വന്നു, ഒന്നും ഇപ്പോഴും നമുക്കറിയില്ല.